ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് മോൻ്റെ സ്കൂളത്തെ ആനുവൽ ഡേ വീഡിയോ ആണ് കേട്ടോ. പക്ഷേ അതിൽ KG മോൻ പഠിച്ചിട്ടുണ്ടായിരുന്ന സ്കൂളത്തെ കോൺവെക്കേഷൻ സെറിമണിയും കൂടെ ഇതിലേക്ക് ഇൻക്ലൂഡ് ചെയ്തതാണ്. ഇത് മോൻ ആദ്യം പഠിച്ച സെറ സെൻട്രൽ സ്കൂൾ എന്ന് പറഞ്ഞിട്ടുള്ള അവിടെ പോയി ആ ഒരു ഫങ്ഷനാണ് കേട്ടോ. അവിടുത്തെ ആനുവൽ ഡേയും കോൺവെക്കേഷനും കൂടെ ആയിരുന്നു. അപ്പോൾ അതിനുള്ള തയ്യാറെടുപ്പിലാണ്. ഇതാ മക്കളെല്ലാം വരിയിൽ അങ്ങോട്ട് സ്റ്റേജിലേക്ക് പോകുന്നുണ്ട്. ഇതിൽ ലാസ്റ്റാണ് മോൻ വരുന്നത്. കോൺവെക്കേഷൻ സെറമണിയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ മോനിപ്പോൾ പഠിക്കുന്ന സ്കൂളിലേക്ക് പോകണം എന്നായിരുന്നു വിചാരിച്ചത്. അവിടെയും 10-ാം തീയതിയും 11-ാം തീയതിയും തന്നെയാണ് ആനുവൽ ഡേ. പക്ഷെ 10-ാം തീയതി മോനുള്ള പ്രോഗ്രാംസ് ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഈ ഒരു സെറിമണിക്ക് ചെല്ലാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പക്ഷെ അവിടെ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ലേറ്റായി. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, നമ്മൾ അവിടെ തന്നെ ആയിരുന്നു, സ്കൂളിൻ്റെ കുറച്ചടുത്തായിട്ടായിരുന്നു ആദ്യം മുന്നേ താമസിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെയുള്ള അമ്മനെയും നമ്മളെ സ്വന്തം അമ്മയാണ്, അപ്പോൾ അവരെയൊക്കെ ഒന്ന് കണ്ടിട്ട് വരാമെന്ന് കരുതി അമ്മൻ്റെ അടുത്തേക്ക് പോയതായിരുന്നു. അപ്പോൾ അവിടെ എത്തിയപ്പോൾ ധൂമോക്ക് അമ്മനെ വല്ലാതെ മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ. കാരണം 1.5 വയസ്സായപ്പോൾ ഞങ്ങൾ അവിടെ എത്തിയതാണ്. അപ്പോൾ അന്ന് മുതൽ മോളൊരു 3.5 വയസ്സ് വരെയുള്ളൊരു ബന്ധമായിരുന്നു അമ്മൻ്റെ അടുത്തുനിന്ന്. എന്താ പറയുക, രാവിലെ അമ്മ തിരുമ്പിക്കുളിയൊക്കെ കഴിഞ്ഞാൽ അമ്മ ഞങ്ങളുടെ അടുത്തേക്ക് വരും. ഞങ്ങളങ്ങനെ വർത്തമാനം പറഞ്ഞിരിക്കും, മുറ്റത്തൂടെ ഇറങ്ങി നടക്കും, ചെടികളൊക്കെ കുഴിച്ചിടും, നനയ്ക്കും. അങ്ങനെ ഓരോ കാര്യങ്ങളായിട്ട് ഞങ്ങൾ അമ്മൻ്റെ കൂടെ തന്നെ ഉണ്ടാവില്ലേനു. അമ്മ ഞങ്ങളെ കൂടെ തന്നെ ഉണ്ടാവില്ലേനു കേട്ടോ. അപ്പോൾ ആ ഒരു ലൈഫിൽ നിന്ന് ഞങ്ങൾ അവിടുന്ന് താമസം മാറിയപ്പോൾ പെട്ടെന്ന് അമ്മൻ്റെ അടുത്ത് നിന്ന് അങ്ങ് മാറിയപ്പോൾ മക്കൾക്ക് മിസ്സിങ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ ഓരോ ലൈഫായിട്ട് അങ്ങനെ മുന്നോട്ട് പോവുകയല്ലേ ചെയ്യുക. അവിടുന്ന് നനക്കലൊക്കെ കഴിഞ്ഞപ്പോൾ പുഴുവൊക്കെ മേലിൽ കയറി, പുഴു എന്തോ മേലിൽ കയറി കടിച്ചതാണ് കേട്ടോ. അങ്ങനെ പിറ്റേ ദിവസമാണ് മോൻ്റെ സ്കൂളിൽ പ്രോഗ്രാം ഉണ്ടായിരുന്നത്, ആനുവൽ ഉണ്ടായ സംഭാഷണമാ ഒന്നിത് കേട്ടിടുവിൻ. ഓമനിക്കാൻ ബാപ്പ വേണം, ബാപ്പ ജീവിപ്പില്ല. ആമിന ബീവിന്റെ കൽബിൽ നൊമ്പരം പേരൂത്ത്, ആറ്റലായ മോനെയോർത്ത് വേദന തോലൂത്ത്. ഇങ്ങനെ പറഞ്ഞു വന്ന അവസാനം യോതിയില്ല എങ്കിലും ബാലൻ ഓർത്തിടാതെ പോലും ഒറ്റ കള്ളമോതിയില്ല. നേരുമാത്രം ചൊന്നതാലെ സത്യവാന ബാലൻ നേടി അല്ലമീനെന്ന ഖ്യാതി സത്യശീലൻ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി ഇത് 3-ാമത്തെ ദിവസമാണ് കേട്ടോ. അതായത് നമ്മളെ പണിമുടക്കില്ലായിരുന്നോ, അന്നത്തെ ദിവസം ഞങ്ങൾക്ക് പെട്ടെന്ന് പിന്നെ നാട്ടിലേക്ക് വരേണ്ടിയിരുന്നു. ആനുവൽ ഡേ ഒക്കെ കഴിഞ്ഞ് പിറ്റേന്നായിരുന്നു. നാട്ടിലേക്ക് ഒരു അത്യാവശ്യമായിട്ട് ഉച്ചൻ്റെ ശേഷം അവിടെ നിന്ന് ഇറങ്ങി കുറച്ച് സാധനങ്ങൾ ഇവിടെ നിന്ന് എടുക്കാനുള്ളതുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് ഞങ്ങളെ തറവാട്, ഹസ്ബൻഡിൻ്റെ വീട്. അപ്പോൾ ഇവിടെ മുറ്റത്ത് ഒരു ലൊങ്കൻ്റെ മരമുണ്ട്. നമ്മളിവിടെയൊക്കെ ലിച്ചി എന്ന് പറഞ്ഞ് കിട്ടുന്ന സാധനമില്ലേ, അതിൻ്റെ ഒരു തൈ കുഴിച്ചിട്ടുണ്ടെങ്കിലും അതിന്മേൽ കായ് ഉണ്ടാവുമായിരിക്കും എന്ന് വിചാരിച്ചിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുക ഞങ്ങൾ. ഇത് പണ്ടെന്നോ ഞാൻ കുറേ മുന്നേ ഫ്രിഡ്ജ് ചെറുതായപ്പോൾ ഓൻ്റെ കാലൊക്കെ ഭയങ്കര ഡ്രൈ ആയിരുന്നു. അതിന് വേണ്ടി വാങ്ങി കുഴിച്ചിട്ടതായിരുന്നു. പക്ഷേ അന്നത് ചെറുതായിരുന്നു കേട്ടോ. പിന്നെ ഇത് ചട്ടി മാറ്റി കുഴിച്ചിട്ടപ്പോൾ വലിയതായി വന്നു. ഞാൻ പറഞ്ഞില്ല ലൊങ്കൻ്റെ മരം ഇതാ. അവിടെ എത്തിയാൽ പിന്നെ സർക്കസ് കളി തുടങ്ങും എല്ലാവരും. ഇതുവരെ അങ്ങനെ തന്നെയാണ്. ഇതുവരെ ഓടി കുറേ നിലത്ത് വീണിട്ട് കാലിൻ്റെ മുട്ട് തൊലിപൊളിയൊക്കെ ചെയ്ത്, പിന്നെ എപ്പോഴെങ്കിലും വീണ് കിട്ടുന്ന അവസരമല്ലേ, അപ്പോൾ അവർ മാക്സിമം എൻജോയ് ചെയ്യുകയും